Hello dear children. We have already constructed a few DFAs. This is a continuation of the construction of DFA. അപ്പോൾ നമ്മൾ ലെങ്ത് 2 പറഞ്ഞു, അറ്റ്ലീസ്റ്റ് 2 പറഞ്ഞു, അറ്റ്മോസ്റ്റ് 2 പറഞ്ഞു അല്ലേ. ഇതിനെല്ലാം ഞാനൊരു DFA കൺസ്ട്രക്ട് ചെയ്തു. യു ക്യാൻ ഹാവ് മെനി DFAs ഫോർ എ ക്വസ്റ്റ്യൻ. DFA എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമാറ്റ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പല രീതിയിലും കൺസ്ട്രക്ട് ചെയ്യാം. ഇപ്പം ഞാൻ തന്ന ആ ഒരു സൊല്യൂഷൻ അല്ലാതെ നിങ്ങൾക്കത് എത്ര മോഡലിൽ വേണമെങ്കിലും ചെയ്യാം. യു ക്യാൻ ഹാവ് ഡിഫറെൻറ്റ് ഫോർ എ സെയിം ക്വസ്റ്റ്യൻ യു ക്യാൻ ഹാവ് ഡിഫറെൻറ്റ് DFAs. ഓക്കെ, പക്ഷേ അതിനൊരു വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ മിനിമൽ DFA എപ്പോഴും ഒന്നേ ഉണ്ടാവുള്ളൂ. നമ്മൾ എപ്പോഴും ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ മിനിമം നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് വെച്ചിട്ട് നമ്മളൊരു DFA കൺസ്ട്രക്ട് ചെയ്യാൻ നോക്കണം. അതിനാണ് നമ്മൾ മിനിമൽ DFA എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് വാട്ട് യു കോൾ ആസ് മിനിമൽ DFA. For a particular language you can have n number of DFAs. Okay, but then minimal DFA എപ്പോഴും ഒന്നേ ഉണ്ടാവുള്ളൂ. Minimal DFA will always be 1. Okay, അപ്പോൾ in the question paper when you are asked to find a deterministic finite automata for a particular question, you should always be constructing a minimal DFA. ഓക്കെ, എനിക്കിപ്പം ഞാൻ നേരത്തെ 4 സ്റ്റേറ്റ് വെച്ച് ഡ്രോ ചെയ്ത DFA, ഐ ക്യാൻ ഡ്രോ ഇറ്റ് യൂസിങ് 7 സ്റ്റേറ്റ്സ് ഓർ 8 സ്റ്റേറ്റ്സ് ഓർ വാട്ട് എവർ. എത്ര വേണമെങ്കിലും എൻ്റെ ഒരു ഐഡിയയ്ക്ക് അനുസരിച്ച് എനിക്ക് എങ്ങനെ വേണമെങ്കിലും അത് ഡ്രോ ചെയ്യാം. ബട്ട് ദെൻ ഇറ്റ് ഈസ് നോട്ട് റോങ്. ബട്ട് വെൻ യു അറ്റംപ്റ്റ് എ ക്വസ്റ്റ്യൻ ഇൻ ദ ക്വസ്റ്റ്യൻ പേപ്പർ യു ഷുഡ് ഓൾവേസ് ബി ഡ്രോയിങ് എ മിനിമൽ DFA ബിക്കോസ് മിനിമൽ DFA ഈസ് ഓൾവേസ് യുണീക്ക്. അതൊന്നേ ഉണ്ടാവുള്ളൂ, അതിലും കൂടുതൽ ഉണ്ടാവില്ല. ഓക്കെ, സോ ഹിയർ ലെറ്റ്സ് ഡ്രോ എ മിനിമൽ DFA over a particular alphabet A comma B. Okay, and the string belongs to the alphabet A comma B and my string length mod 2 equal to 0. ഇതിൻ്റെ മീനിങ് എന്താണ്? എൻ്റെ W എന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കുന്ന സ്ട്രിങ് ആണ് കേട്ടോ. ഇറ്റ് ക്യാൻ ബി എനി സ്ട്രിങ് വിച്ച് ഇസ് ഫോംഡ് ഔട്ട് ഓഫ് A and B. Okay, that mod 2 equal to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ what do I mean by that? It simply means the length of that particular string should be even. അല്ലേ, ഈവൺ ലെങ്ത് സ്ട്രിങ് ആണ് ആയിരിക്കണം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈവൺ ലെങ്ത് സ്ട്രിങ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും? ഇറ്റ് ക്യാൻ ബി എ നൾ സ്ട്രിങ്, ഇറ്റ് ക്യാൻ ബി ഓഫ് ലെങ്ത് 2, ഇറ്റ് ക്യാൻ ബി ഓഫ് ലെങ്ത് 4, ഇറ്റ് ക്യാൻ ബി ഓഫ് ലെങ്ത് 6. അങ്ങനെ ഈവൺ നമ്പറുള്ള സ്ട്രിങ്. അതായത് ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ഇപ്പോൾ ഒരു നൾ സ്ട്രിങ്ങിനെ അത് ആക്സെപ്റ്റ് ചെയ്യണം. നൾ സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ലെങ്ത് 0 ആണ്. ഓക്കെ, AA അല്ലെങ്കിൽ AB, BA, BB അങ്ങനെ 2 ലെങ്ത് വരണതിന് എല്ലാത്തിനെയും ആക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, AAAA, ABBB വാട്ട് എവർ 4 ലെങ്ത് ഉള്ള സ്ട്രിങ് BBBB അതിനെല്ലാം ആക്സെപ്റ്റ് ചെയ്യണം. അതേപോലെ തന്നെ 6, 8 അങ്ങനെ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ലാംഗ്വേജ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ സെറ്റിൽ എത്ര സ്ട്രിങ്സ് നിങ്ങൾക്ക് ഫോം ചെയ്യാൻ പറ്റും? യു ക്യാൻ ഡെഫിനറ്റ്ലി ഹാവ്, ഇറ്റ് വിൽ ബി ഡെഫിനറ്റ്ലി ആൻ ഇൻഫൈനൈറ്റ് സെറ്റ് അല്ലേ. ഈവൺ ലെങ്ത് സ്ട്രിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പർട്ടിക്കുലർ ലെങ്ത് അവർ കൊടുത്തിട്ടില്ല. ഈവൺ ലെങ്ത്തുള്ള എല്ലാത്തിനെയും ആക്സെപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇറ്റ് വിൽ ബി ആൻ ഇൻഫൈനൈറ്റ് ലെങ്ത് സ്ട്രിങ് അല്ലേ. അപ്പോൾ എൻ്റെ എല്ലിൽ എന്തൊക്കെ വരും? ഇറ്റ് ക്യാൻ ബി നൾ. ഓക്കെ, ഇറ്റ് ക്യാൻ ബി AAABB ABB. ഇത് 2 ലെങ്ത് ആണ്. ഓക്കെ, 3 പറ്റില്ല നമുക്ക്. അത് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടണം, റിമൈൻഡർ 0 ആയിരിക്കണം. അത് 3 ആണെങ്കിൽ പറ്റില്ലല്ലോ, വിൽ ഗെറ്റ് ഓൺലി 1 അല്ലേ, വിൽ ഗെറ്റ് 1. അപ്പോൾ ഇനി നെക്സ്റ്റ് എന്ത് വരും? AAAA എക്സെട്ര അപ് ടു BBBB ആൻഡ് സോ ഓൺ. ഓക്കെ, എല്ലാം ഈവൺ. സോ ദിസ് ഈസ് ഡെഫിനറ്റ്ലി ആൻ ഇൻഫൈനൈറ്റ് ലാംഗ്വേജ്. അതിന് നമുക്ക് ഫൈനൈറ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ലെറ്റ്സ് ഡ്രോ ദ ഫൈനൈറ്റ് ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമാറ്റ ഫോർ ദിസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നിങ്ങൾ പറയൂ. ആദ്യം ഞാൻ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിലാണ്, ഇനീഷ്യൽ സ്റ്റേറ്റിലാണ്. ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് ഐ മൂവ് ഓൺ ടു എ നെക്സ്റ്റ് സ്റ്റേറ്റ്. Initial state on receiving any input, it can be A, it can be B, ഏത് വേണമെങ്കിലും ആവാം. ഓക്കെ, എയോ ബിയോ കിട്ടുമ്പോൾ ഞാൻ അടുത്തതിലേക്ക് പോകും. അപ്പം ഇവിടെ നിന്നേ നമുക്കത്
ചെയ്തു തുടങ്ങാം. ഇവിടെ നിന്ന് ചെയ്തു തുടങ്ങാമെന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കൂ, എനിക്ക് നള്ളാണെങ്കിൽ എൻ്റെ ആക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, ലെങ്ത് 0. ഈ ഒരു സ്റ്റേറ്റിൽ എനിക്ക് ലെങ്ത് 0 അല്ലേ, ഈ ഒരു സ്റ്റേറ്റിൽ എൻ്റെ ലെങ്ത് 0 ആണ്. അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ ഇതിനെ ഡബിൾ സർക്കിൾ ചെയ്യും അല്ലേ. നെക്സ്റ്റ് എയും ബിയും എത്തിക്കഴിയുമ്പോൾ എൻ്റെ ലെങ്ത് എന്തായി? 1 ആയി. 1നെ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി നെക്സ്റ്റ് എനിക്ക് 2നെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ തിരിച്ചു ഞാൻ ഇവിടേക്ക് വന്നു, എ അല്ലെങ്കിൽ ബി വന്നപ്പോൾ എൻ്റെ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എന്തായി? 2 ആയി. 2 ആകുമ്പോൾ എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ തിരിച്ചു ഞാനത് ഡബിൾ സർക്കിൾ വയ്ക്കും. നെക്സ്റ്റ് വീണ്ടും എയും ബിയും വന്നു, എയും ബിയും വരുമ്പോൾ അത് 3 ആയി. 3 ആകുമ്പോൾ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ലെങ്ത് 3 ആയി. ഇത് നെക്സ്റ്റ് എന്താ? എയും ബിയും വന്നു, അപ്പോൾ എൻ്റെ എന്തായി? ലെങ്ത് 4 ആയി. അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യുക. ആൻഡ് ഇറ്റ് വിൽ ഗോ ഓൺ ലൈക്ക് ദാറ്റ് അല്ലേ. ഇതിങ്ങനെ ഇൻഡെഫിനിറ്റ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ കട്ട് ഷോർട്ട് ചെയ്യാൻ പറ്റും? ഹിയർ ഐ ജസ്റ്റ് നീഡ് ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഈവൺ ആൻഡ് ഓഡ് അല്ലേ. ഈവൺ ലെങ്ത്തും ഓഡ് ലെങ്ത്തും അത്ര മാത്രമേ. എനിക്കിങ്ങനെ 1 2 3 4 അങ്ങനത്തെ ലെങ്ത്തുകളൊന്നും വേണ്ട. ഈവൺ ലെങ്ത്തിന് നോക്കണം, ഓഡ് ലെങ്ത്തിന് സെപ്പറേറ്റ് ആക്കണം. അപ്പോൾ എനിക്കിത് എങ്ങനെ കട്ട് ഷോർട്ട് ചെയ്ത് വരയ്ക്കാൻ പറ്റും? ഹൗ കൻ ഐ കട്ട് ഷോർട്ട് ദിസ് ഡയഗ്രാം? ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. ഇപ്പോൾ 1 ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാം ആക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല, 0നെ ആക്സെപ്റ്റ് ചെയ്യണം. 1 ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാം ആക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതങ്ങനെ വെച്ച് 2 ആക്കി. ഓക്കെ, ഇനി നെക്സ്റ്റ് എനിക്ക് ഇത് ഇവിടെ നിന്ന് കട്ട് ചെയ്യാം. ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് എനിക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റുമത്? 3 ആണെങ്കിൽ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പം ഞാനിവിടെ 2ൽ എനിക്കൊരു എയും ബിയും വന്നു കഴിഞ്ഞാൽ എൻ്റെ ലെങ്ത് എത്ര? 3 ആയില്ലേ. ഇങ്ങോട്ട് പോയി എയോ ബിയോ വന്നു കഴിഞ്ഞാൽ ഐ മൂവ് ഓൺ ടു ദ സ്റ്റേറ്റ്. ലെറ്റ് മീ നെയിം ഇറ്റ് ആസ് എ ബി സി. ഇപ്പോൾ നിങ്ങൾ നോക്കി നോക്കൂ, ഇവിടെ ലെങ്ത് 0 ആണ്, ഇവിടെ ലെങ്ത് 1 ആണ്, ഇവിടെ ലെങ്ത് 2 ആണ് അല്ലേ. തിരിച്ചും ബിയിലേക്ക് എത്തിയപ്പോൾ എൻ്റെ ലെങ്ത് എത്ര? 3 ആയി. അപ്പോൾ ഇവിടെ 1ഉം വരുന്നുണ്ട് 3ഉം വരുന്നുണ്ട്. ഞാൻ അപ്പോൾ ബിയിലെത്തി, എൻ്റെ ലെങ്ത് 3 ആണ് കേട്ടോ. അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യണില്ല. അപ്പോൾ അതങ്ങനെ തന്നെ നിൽക്കുകയാണ്, ഞാൻ ഫൈനൽ ആക്കിയിട്ടില്ല. ഇനി എനിക്ക് വീണ്ടും ഒരു എയും ബിയും കിട്ടി. ബിയിൽ നിൽക്കുമ്പോൾ ഐ ഗോട്ട് അനദർ ഇൻപുട്ട് അഗൈൻ എ കോമ ബി. സോ വേർ ആം ഐ ഗോയിങ്? ഫ്രം ബി ഇറ്റ് വിൽ അഗൈൻ ഗോ ടു സി. അപ്പോൾ എൻ്റെ ലെങ്ത് എത്രയായി? 1 2 3 and when I am again getting a or b my length will be 4 അല്ലേ. അപ്പോൾ ഇവിടെ 2ഉം ആക്സെപ്റ്റഡ് ആവും 4ഉം ആക്സെപ്റ്റഡ് ആവും അല്ലേ. ഇനി ഞാനിപ്പോൾ സിയിലാണ്. നൗ ഐ എം അഗൈൻ ഗെറ്റിംഗ് എ ഓർ ബി. അപ്പോൾ ഐ വിൽ അഗൈൻ ഗോ ഓൺ ടു ദ നെക്സ്റ്റ് സ്റ്റേറ്റ് ബി ഹിയർ. അപ്പോൾ എനിക്ക് എത്ര ഇതായി? 5 ആയില്ലേ ലെങ്ത് എൻ്റെ. തിരിച്ചും എയും ബിയും വന്നു കഴിഞ്ഞാൽ ഇവിടേക്ക് വരും. അപ്പോൾ വീണ്ടും അത് ഈവൺ ലെങ്ത് ആയി, 6 ആയി. അപ്പോൾ അത് ആക്സെപ്റ്റഡ് ആയി. And it will go on like that. Okay. നിങ്ങൾ പറയൂ, ഈ ഒരു ഇതിങ്ങനെ വെച്ച് നിർത്തിയാൽ മതിയോ? This is definitely a DFA. This is definitely a deterministic finite automata. But is that a minimal deterministic finite automata? Minimum number of states ആണോ അതിലുള്ളത്? നിങ്ങളൊന്ന് ആലോചിച്ച് പറയൂ. I'll give you a few seconds to think about it. This is definitely a DFA. ഇത് കറക്റ്റ് ആൻസർ ആണ്. പക്ഷെ എനിക്ക് കൺസ്ട്രക്ട് ചെയ്യേണ്ട ഒരു മിനിമൽ DFA ആണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ് ആൻഡ് ടെൽ മീ. See, as I told you, we just need to have even odd. അത്ര മാത്രം മതി. ബാക്കിയുള്ളതിൻ്റെ ഒന്നും നമുക്ക് ആവശ്യമില്ല. നമുക്കിത് എങ്ങനെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും? ഇവിടെ എനിക്ക് 3 സ്റ്റേറ്റ്സ് വന്നിട്ടുണ്ട്. എനിക്ക് 3ൻ്റെ ആവശ്യമില്ല, ശരിക്കും 2 സ്റ്റേറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഹൗ കെൻ ഐ ഡൂ ദാറ്റ്? ഒരു ഈവൺ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റും വെക്കണം, ആൻഡ് ഐ നീഡ് ടു ഹാവ് ഓഡ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റും. അപ്പോൾ ഐ വിൽ ഡൂ വൺ തിങ്. ഐ വിൽ ജസ്റ്റ് റബ് ദിസ് ഓഫ്. ഓക്കെ, ഐ വിൽ ജസ്റ്റ് റബ് ദിസ് ഓഫ്. ഞാൻ ഈ 2 സ്റ്റേറ്റും വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, ഇവിടെ എൻ്റെ ലെങ്ത് 0 ആണ് അല്ലേ, 0 ആണ്. അപ്പോൾ അത് ആക്സെപ്റ്റഡ് ആയി. അതുകൊണ്ടാണ് ഞാനിവിടെ ഡബിൾ സർക്കിൾ ചെയ്തിരിക്കുന്നത്. ബിയിലേക്ക് വന്നപ്പോൾ എൻ്റെ ലെങ്ത് 1 ആയി അല്ലേ. അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യില്ല. ഇനി എനിക്ക് ബിയിൽ നിൽക്കുമ്പോൾ വീണ്ടും ഒരു എ അല്ലെങ്കിൽ ബി വന്നു. ഓക്കെ, സോ ഐ അഗൈൻ മൂവ് ടു സ്റ്റേറ്റ് എ കോമ ബി വന്നപ്പോൾ ദിസ് മീൻസ് ഐദർ എ ഓർ ബി. ഓക്കെ,
വന്നപ്പോൾ ഫ്രം സ്റ്റേറ്റ് ഇവിടെ 1 ലെങ്ത് ആയിരുന്നതിൻ്റെ ഉള്ളിൽ കൂടെ ഒരെണ്ണം കൂടി വന്നപ്പോൾ ഞാൻ തിരിച്ച് മേലേക്ക് പോയി. അപ്പോൾ എൻ്റെ ലെങ്ത് എത്രയായി? ഇവിടെ 2 ആയി. എയിലെത്തിയപ്പോൾ എൻ്റെ 2 ആയി അല്ലേ? ഈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലെങ്ത് ആക്സെപ്റ്റഡ് ആവണമല്ലോ, ഈവൺ അല്ലേ? അപ്പോൾ അത് ആക്സെപ്റ്റഡ് ആവണം. ഇനി തിരിച്ചും എനിക്കൊരു എ അല്ലെങ്കിൽ ബി വന്നു. സോ ഫ്രം എ ഐ അഗെയിൻ മൂവ് ഓൺ ടു സ്റ്റേറ്റ് ബി. അപ്പം എൻ്റെ ലെങ്ത് 3 ആയി. 3 ആകുമ്പോൾ ഞാൻ ബിയിലാണ്. 3 ആയപ്പോൾ ഞാൻ ബിയിലാണ്, അത് ആക്സെപ്റ്റ് ചെയ്യില്ല. വീണ്ടും എനിക്ക് വന്നു വേറൊരു ഒരു ലെറ്ററും കൂടി വന്നു, എ അല്ലെങ്കിൽ ബി വന്നു. അപ്പം അതിൽ അഗെയിൻ മൂവ് ഓൺ ടു ദിസ് തിങ്. സോ ഇവിടെ എനിക്ക് എന്തായി? ലെങ്ത് 4 ആയി. പിന്നെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ആൻഡ് ഇറ്റ് വിൽ ഗോ ഓൺ ലൈക്ക് ദാറ്റ്. ഈവൺ മോഡും അങ്ങനെ ഇറ്റ് വിൽ ഗോ ഓൺ ഇൻ ദാറ്റ് ലൂപ്പ്. സോ ഇത് കറക്റ്റ് അല്ലേ? ഇത് നിങ്ങൾ നോക്കി നോക്കൂ. ഏറ്റവും ആകെ 2 സ്റ്റേറ്റ് മാത്രം വെച്ചിട്ട് ഐ കുഡ് ഫൈൻഡ് ഔട്ട് ഡി എഫ് എ ദർ ആക്സെപ്റ്റ്സ് ഈവൺ ലെങ്ത് സ്ട്രിങ് അല്ലേ? ഈവൺ ലെങ്ത് മോഡ് ലെങ്ത് ഓഫ് ദ സ്ട്രിങ് മോഡ് 2 = 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 0 ആയിരിക്കണം അല്ലേ? വിച്ച് മീൻസ് അത് ഈവൺ ആയിരിക്കണം. അതിനെനിക്ക് ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്താൽ പോരെ? ഈ ഒരു ഡി എഫ് എ പോരെ അത് റെപ്രസെൻറ്റ് ചെയ്യാൻ ഇൻ എ മിനിമൽ വേ. ജസ്റ്റ് നോട്ട് ഡൗൺ ദിസ്. ഓക്കെ, ഇനി നോക്കൂ. ഇനി ഞാൻ ഈ ക്വസ്റ്റ്യനിൽ തന്നെ കുറച്ച് ചേഞ്ച് വരുത്തുകയാണ്. മൈ സ്ട്രിങ് ഓഫ് ലെങ്ത് W, ഓക്കെ, മോഡ് 2 = 1. അതായത് എനിക്ക് റിമൈൻഡർ 1 കിട്ടണം. ഓക്കെ, ഇങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദിസ് മീൻസ് ഓഡ് ലെങ്ത് സ്ട്രിങ്സിനെ ആക്സെപ്റ്റ് ചെയ്യണം അല്ലേ? ഓഡ് ലെങ്ത് ആയിട്ടുള്ള 1, 3, 5 അങ്ങനത്തെ സ്ട്രിങ്ങുകളെ ആക്സെപ്റ്റ് ചെയ്യണം എന്നല്ലേ ഇതിൻ്റെ അർത്ഥം അല്ലേ? അപ്പോൾ നമുക്ക് അതിൻ്റെ ലാംഗ്വേജിൽ ഏതൊക്കെ വരും? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരും. L = A, B വരും, എ അല്ലെങ്കിൽ ബി വരും, പിന്നെ എ എക്സെട്ര ടിൽ ബി. ഓക്കെ, 5ൻ്റെ അത് വരും, അങ്ങനെയെല്ലാം വരും അല്ലേ? അപ്പോൾ ഇതിൽ നോക്കൂ, ഇതിൽ എങ്ങനെയാണ് ഞാനിത് കൺസ്ട്രക്ട് ചെയ്യാം? സി ഇഫ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദിസ് ക്വസ്റ്റ്യൻ, ഇത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റും. എനിക്ക് 2 ഓഡ് ഈവൺ എന്ന് പറയുമ്പോൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട് എനിക്ക് 2 സ്റ്റേറ്റ് മാത്രം മതി. ഒന്ന് ഈവണും ഒന്ന് ഓഡും അല്ലേ? ഓഡ് ലെങ്ത്തിനെ ആക്സെപ്റ്റ് ചെയ്യണം, വിച്ച് മീൻസ് ഇതെൻ്റെ ഫൈനൽ സ്റ്റേറ്റ് ആയിരിക്കണം അല്ലേ? ഇപ്പോൾ എനിക്കൊരു A, B ഇൻപുട്ട് വന്നു, എ അല്ലെങ്കിൽ ബി വന്നപ്പോൾ എനിക്കത് ആക്സെപ്റ്റഡ് ആവണം. അപ്പോൾ അത് ആക്സെപ്റ്റഡ് ആയി. ഓക്കെ, ഇവിടെ ലെങ്ത്ത് എന്ന് പറയുമ്പോൾ 0 ആണ്. ഇപ്പോൾ ഇവിടെ ലെങ്ത്ത് 1 ആണ് അല്ലേ? ഇനി എനിക്ക് ഓഡ് ലെങ്ത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് നെക്സ്റ്റ് ഒരു ലെറ്ററും കൂടി വന്നു, എ അല്ലെങ്കിൽ ബി വന്നു. അപ്പോൾ വാട്ട് ഡു ഐ അഗെയിൻ ഗോ ബാക്ക് ടു ദിസ്. അപ്പോൾ ഈ 1 ലെങ്ത് ഉള്ളത് ഒന്നും കൂടി വരുമ്പോൾ 2 ആവില്ലേ? അപ്പോൾ തിരിച്ചിങ്ങോട്ട് വന്നു 2. നെക്സ്റ്റ് അങ്ങോട്ട് ഒരു ആൽഫബറ്റ് ഓൺ എൻകൗണ്ടറിങ് ദ നെക്സ്റ്റ് ആൽഫബറ്റ് ഇറ്റ് വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സ്റ്റേറ്റ്. സോ ഇവിടുത്തെ ലെങ്ത് എത്രയാവും? 3 ആവും. ഇറ്റ് വിൽ ഗോ ഓൺ ലൈക്ക് ദാറ്റ്. 4 ആവും, 6 ആവും, ഇവിടെ 3, 5 അങ്ങനെ പോകും. അപ്പോൾ ഇതൊന്നും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈവൺ ലെങ്ത്തിനെ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഇതായി നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ്. ഈവൺ ലെങ്ത് ആക്സെപ്റ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ആക്കി നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ്. മറ്റേത് ഓഡ് ലെങ്ത്. നേരെ തിരിച്ചെന്ന് പറയുമ്പോൾ ഇത് ആകെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യൽ മാത്രമേ നടന്നിട്ടുള്ളൂ, വേറെ ഒന്നും നടന്നിട്ടില്ല. ജസ്റ്റ് യു ഹാവ് ജസ്റ്റ് ഇന്റർചേഞ്ച് ദ ഫൈനൽ സ്റ്റേറ്റ്സ്, അത്രേ ഉള്ളൂ. സി ഐ വോണ്ട് യു ഓൾ ടു റൈറ്റ് ഡൗൺ ദ 5 ട്യൂപ്പിൾസ് ഫോർ ഓൾ ദിസ്. ഓക്കെ, ഇതിൻ്റെ 5 ട്യൂപ്പിൾസ് നിങ്ങളെല്ലാം, നിങ്ങൾക്ക് വളരെ സിമ്പിളാണ്. സോ ഐ എം നോട്ട് ഗോയിങ് ടു റൈറ്റ് ഇറ്റ് ഡൗൺ ഫോർ ഈച്ച് സ്റ്റേറ്റ്. യു ക്യാൻ ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഡൗൺ ബൈ യുവർ സെൽഫ്. ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ ആസ്ക് മീ. സോ ഇസ് ദിസ് ക്ലിയർ? ഈവൺ ലെങ്ത് സ്ട്രിങ്ങിനെ ആക്സെപ്റ്റ് ചെയ്യണതും ഓഡ് ലെങ്ത് സ്ട്രിങ്ങിനെ ആക്സെപ്റ്റ് ചെയ്യുന്നതും. ഓക്കെ, നോട്ട് ഇറ്റ് ഡൗൺ. Let's move on to the next question. See, here you have to construct the minimal DFA over A, B. That particular string belongs to alphabet A, B. And adinde length mode 3 = 0, which means നമുക്ക് എന്താണ് 3ൻ്റെ മൾട്ടിപ്പിൾസ് അത് മാത്രമേ നമ്മുടെ ആക്സെപ്റ്റഡ് ആവുള്ളൂ. അത്രയും, അതായത് 0, 3, 6,
9, 12 അങ്ങനെ 3ൻ്റെ മൾട്ടിപ്പിൾ ലെങ്ത് ഉള്ള സ്ട്രിങ്സ് മാത്രമേ ആക്സെപ്റ്റഡ് ആവുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ നമ്മൾ 2 എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എന്താ വരിക? മോഡ് 2 എന്ന് പറയുമ്പോൾ നമുക്ക് റിമൈൻഡേഴ്സ് ആയിട്ട് എന്ത് വരും? ഒന്നില്ലെങ്കിൽ 0 വരും, അല്ലെങ്കിൽ 1 വരും, അല്ലേ? ഈ മോഡ് 3 എന്ന് പറയുമ്പോൾ നമുക്ക് റിമൈൻഡേഴ്സ് ആയിട്ട് എത്ര റിമൈൻഡർ വരും മോഡ് 3 എന്ന് പറയുമ്പോൾ? 1, you can have 1 as a remainder, 0, you can have 0, 1 and 2, അല്ലേ? ഇത് 3 അല്ലേ നമുക്ക് റിമൈൻഡർ വരിക 3ൻ്റെ. അപ്പോൾ ഇതിന് 3 വേണ്ടി നമുക്ക് സ്റ്റേറ്റുകൾ ക്രിയേറ്റ് ചെയ്യാം ആദ്യം. ഓക്കെ, മോഡ് 2 ചെയ്ത പോലെ തന്നെയാണ്. അപ്പോൾ ബിഫോർ ദാറ്റ് ഐ തിങ്ക് ഐ just tell you what are the strings that come in this language. L equal to എപ്സിലോൺ വരാം, പിന്നെ എന്തൊക്കെ വരാം? എ എ എ എ ബി എ ബി ബി എ whatever 3 ലെങ്ത് ഉള്ളത് ടിൽ ബി 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 വരും. പിന്നെ എന്തൊക്കെ വരാം? 6 ലെങ്ത് ഉള്ളത് അല്ലേ? എ എ എ 1 2 3 4 5 6, അത് ബി 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 1 2 3 4 5 6 and so on, അല്ലേ? ഇതൊരു ഇൻഫൈനൈറ്റ് ലാംഗ്വേജ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഫൈനൈറ്റ് റെപ്രസെൻറ്റേഷൻ നമുക്ക് കണ്ടുപിടിക്കണം, അല്ലേ? അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? യു ഷുഡ് ഡ്രോ എ സ്കെലറ്റൻ ആദ്യം നമുക്ക് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ പറയാം, നമുക്ക് റിമൈൻഡർ എന്തൊക്കെയാണ് വരിക? യു ക്യാൻ ഹാവ് 0 ആസ് എ റിമൈൻഡർ, 1 ആസ് എ റിമൈൻഡർ ആൻഡ് 2 ആസ് എ റിമൈൻഡർ. ഓക്കെ, അപ്പോൾ നമുക്കത് ആദ്യം വരയ്ക്കാം. ഇനീഷ്യൽ സ്റ്റേറ്റിൽ ഇത് എനിക്ക് 0 റിമൈൻഡർ കിട്ടുന്നതാണ്. ഓക്കെ, 1 ആസ് എ റിമൈൻഡർ. വെൻ യു ഡൂ ദിസ് നമ്മൾ എല്ലാ പോസിബിലിറ്റീസും നോക്കണം. ഓക്കെ, 2 ആസ് എ റിമൈൻഡർ. നമുക്ക് ഏതാണ് റിമൈൻഡർ 0 വരണതല്ലേ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ ആദ്യം ഇതിനെ നമുക്ക് ഡബിൾ സർക്കിൾ ചെയ്ത് വെക്കാം. ഓക്കെ, നമ്മൾ സ്കെൽറ്റൻ വരച്ചു കഴിഞ്ഞു. ഇവിടെ എ കോമ ബി, അത് നിങ്ങൾക്ക് എങ്ങനെ? ഇത് എ കോമ ബി അതൊക്കെ സെയിം തന്നെയാണ് കേട്ടോ, മുമ്പത്തെ പോലെ തന്നെയാണ് വരിക. ദർ ഇസ് നോ ചേഞ്ച് ഇൻ ഓൾ ദാറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ പറയൂ, എനിക്ക് ആദ്യം റിമൈൻഡർ 0 വരണത് നൾ സ്ട്രിങ് ആകുമ്പോൾ എൻ്റെ അത് ആക്സെപ്റ്റഡ് ആവും, അല്ലേ? പിന്നെ എനിക്ക് ഏതെങ്കിലും ഒരു സ്ട്രിങ് വന്നു കഴിഞ്ഞാൽ, അതായത് ഏതെങ്കിലും ഒരു ലെറ്റർ വന്നു കഴിഞ്ഞാൽ ഞാൻ സ്റ്റേറ്റ് 1ലേക്ക് പോകും. അപ്പം എൻ്റെ ലെങ്ത്ത് 1 ആണ്, എനിക്ക് റിമൈൻഡർ അതിൻ്റെ അപ്പോൾ 1 ആണ് കിട്ടുക. 2 വന്നാൽ ഞാൻ ഇങ്ങോട്ട് പോകും. ഓക്കെ, ഇപ്പോൾ എനിക്ക് ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ഐ ഹാവ് ഗോട്ട് ഏതുവരെ കിട്ടിയിട്ടുണ്ട്? എനിക്ക് ഇനി ഇവിടെ വരുമ്പോൾ എനിക്ക് മൈ DFA ഈസ് നോട്ട് കംപ്ലീറ്റ്, അല്ലേ? അപ്പോൾ അതെനിക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? Into when I am getting another a comma b. Okay, another a comma b വരുമ്പോൾ ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത്? നിങ്ങളൊന്ന് നോക്കിയിട്ട് പറയൂ, എങ്ങോട്ടാണ് ഞാൻ പോകേണ്ടത്? നിങ്ങളൊന്ന് നോക്കി പറയൂ. ഇവിടെ എനിക്ക് ലെങ്ത്ത് 0 ആണ്, അപ്പോൾ എൻ്റെ റിമൈൻഡർ 0 ആണ്. ലെങ്ത്ത് 1 ആകുമ്പോൾ എനിക്ക് റിമൈൻഡർ 1 കിട്ടും, ലെങ്ത്ത് 2 ആകുമ്പോൾ എനിക്ക് റിമൈൻഡർ 2 കിട്ടും. ഇനി എനിക്ക് ഒരു ലെങ്ത്തും കൂടി കൂടെ പറയുമ്പോൾ 3 ആവും. അപ്പോൾ 3 മോഡ് 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 മോഡ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് 0, അല്ലേ? റിമൈൻഡർ 0 അല്ലേ വരിക. അപ്പോൾ ആക്സെപ്റ്റഡ് ആവുന്ന സ്ഥലത്തേക്കാണ് പോകേണ്ടത്. അപ്പം ഞാൻ ഇവിടെ നിന്ന് എയോ ബിയോ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റിലേക്ക് പോകും, 0 സ്റ്റേറ്റിലേക്ക് പോകും, അല്ലേ? ബിക്കോസ് എനിക്കത് ആക്സെപ്റ്റഡ് ആവണം. എൻ്റെ ലെങ്ത്ത് 3 അല്ലേ? 3 മോഡ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്, അല്ലേ? ഇനി എനിക്ക് നെക്സ്റ്റ് ഒരു ആൽഫബറ്റ് വന്നു, നെക്സ്റ്റ് സിമ്പിൾ വന്നപ്പോൾ എനിക്ക് എന്തായി? ലെങ്ത്ത് 4 ആയി. ലെങ്ത്ത് 4 ആവുമ്പോൾ അപ്പോൾ ഇവിടെ 1 2 0 ആയി. ഇവിടെ ഇപ്പോൾ 3 ആണ് കേട്ടോ. ഇനി ലെങ്ത്ത് ഇവിടെ എത്തുമ്പോൾ എൻ്റെ ലെങ്ത്ത് എത്രയാവും? 4 ആയിരിക്കും, അല്ലേ? ലെങ്ത്ത് 4 ആവും. അപ്പോൾ എനിക്ക് എന്താ ലെങ്ത്ത് 4 എന്ന് പറയുമ്പോൾ എൻ്റെ റിമൈൻഡർ എത്രയാണ് വരിക? 1 ആണ് വരിക. അപ്പോൾ ഇവിടെ തന്നെ ഇനി ലെങ്ത്ത് നെക്സ്റ്റ് ഒരെണ്ണം കൂടി വരുമ്പോൾ ലെങ്ത്ത് 5 ആവും. അപ്പോൾ എനിക്ക് എന്താ പറ്റുക? റിമൈൻഡർ 2 അല്ലേ കിട്ടുക എനിക്ക്, അല്ലേ? ഇനി നെക്സ്റ്റ് നോക്കാം, അതായത് 5 മോഡ് 2 എന്ന് പറഞ്ഞാൽ 2 അല്ലേ റിമൈൻഡർ വരുന്നത്? 5 മോഡ് 3. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് എനിക്കൊരു a കോമ b വരുമ്പോൾ ഞാൻ എങ്ങോട്ട് പോകും? തിരിച്ചും എൻ്റെ ലെങ്ത്ത് 6 ആണ്. 6 മോഡ് 3 എത്രയാണ് എനിക്ക് വരിക? 6 is again divisible by 3, അല്ലേ? അപ്പോൾ നമുക്ക് 0 ആണ് കിട്ടുക. സോ ഐ അഗെയിൻ മൂവ് ഓൺ ടു ദ ഫസ്റ്റ് വൺ.
ഇതിങ്ങനെ ലൂപ്പായിട്ട് പോകും. ഓക്കെ, ഇവിടെ 6 വന്നപ്പോൾ ഇങ്ങനെ വന്നു. ഇനി ഇവിടെ 7 വരുമ്പോൾ ഇവിടെ 8, 9 വരുമ്പോൾ തിരിച്ചും ഇങ്ങോട്ട് വരും അല്ലേ? ഇറ്റ് വിൽ ഗോ ഓൺ ലൈക്ക് ദാറ്റ്. സോ ലെറ്റ് ദിസ് ബി A, B and C. മനസ്സിലായോ നിങ്ങൾക്ക്? I hope you have understood this. The concept is very very easy to understand. Have you got this? ഇപ്പോൾ ഇവിടെ ഞാനൊരു ചെറിയൊരു മോഡിഫിക്കേഷൻ പറയണം. ഇപ്പം എനിക്ക് ലെങ്ത് മോഡ് 3 = 0 ആയിരുന്നു. ഇനി ഞാൻ പറയാണ് എൻ്റെ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് മോഡ് 3 = 1 ആണ് എനിക്ക് കിട്ടേണ്ടത്. നോക്കിയോ, എനിക്ക് റിമൈൻഡർ 1 ആയിട്ട് വരണം. എന്നാൽ മാത്രമേ എനിക്ക് ആക്സെപ്റ്റഡ് ആവാൻ പാടുള്ളൂ. അപ്പം ഞാൻ എന്താ ഈ ഒരു ഡയഗ്രത്തിൽ ഞാൻ എന്ത് മോഡിഫിക്കേഷനാണ് വരുത്തേണ്ടത്? മോഡ് 3 എന്ന് പറയുമ്പോൾ നമുക്ക് റിമൈൻഡർ 0 ആണ്. അപ്പം ഞാൻ ഇതിനെ ഫൈനൽ സ്റ്റേറ്റ് ആക്കി. മോഡ് 3 = 1 എന്ന് പറയുമ്പോൾ എനിക്ക് എന്ത് വരണം? എൻ്റെ റിമൈൻഡർ 1 ആണ്. അപ്പോൾ ഇവിടെ റിമൈൻഡർ 1 ആയിട്ടുള്ള സ്റ്റേറ്റ് ഏതാണ്? B ആണ്. സോ ഐ വിൽ മേക്ക് B ആസ് ദ ഫൈനൽ സ്റ്റേറ്റ്. ഓക്കെ, ഇവിടെ B ആയിരിക്കും ഫൈനൽ സ്റ്റേറ്റ്. ഓക്കെ, മോഡ് 3 = 2. റിമൈൻഡർ എനിക്ക് 2 വരണം. 2 വരണമെങ്കിൽ എൻ്റെ ഫൈനൽ സ്റ്റേറ്റ് എന്തായിരിക്കും? എയോ ബിയോ ആയിരിക്കില്ല. എൻ്റെ ഫൈനൽ സ്റ്റേറ്റ് എന്തായിരിക്കും? C ആയിരിക്കും. ഇത്ര ചേഞ്ചസേ വരുള്ളൂ. ഓക്കെ, ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ടു യു. ദിസ് ഇസ് എ വെരി വെരി സിമ്പിൾ കൺസെപ്റ്റ്. ഇതിങ്ങനെ ലൂപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്. 0, 1, 2, പിന്നെ 3 വന്നപ്പോൾ തിരിച്ചും ഇങ്ങോട്ട് വരും. ബിക്കോസ് 3 മോഡ് 3 0 ആയതുകൊണ്ട് തിരിച്ചും ഇങ്ങോട്ട് A സ്റ്റേറ്റിലേക്ക് വന്നു. പിന്നെ 4, 5, 6, 7, 8, 9, 10, 11, 12 ഇതിങ്ങനെ ലൂപ്പ് പോയിക്കൊണ്ടിരിക്കും. വിച്ച് മീൻസ് എല്ലാ 3ൻ്റെ മൾട്ടിപ്പിൾസിനെയും ഇത് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ വിത്ത് യു. Okay, so now here comes the trick. Okay, ഇതിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു this is how you should do this. ഇനി ഞാൻ ഇതിന് നിങ്ങൾക്ക് ഒരു ചെറിയൊരു എളുപ്പപ്പണി പറഞ്ഞുതരാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മോഡിൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ കേട്ടോ. മോഡ് 3 ആകുമ്പോൾ നമുക്ക് 3 സ്റ്റേറ്റ്സ് വരും. ഓക്കെ, മോഡ് 2 ആകുമ്പോൾ നിങ്ങൾക്ക് 2 സ്റ്റേറ്റ്സേ വരുള്ളൂ അല്ലേ? നിങ്ങൾക്ക് നേരത്തെ ഓർഡർ ഈവൺ അങ്ങനെയല്ല വന്നത്. ഇനി എനി ലെങ്ത് ഓഫ് സ്ട്രിങ് മോഡ് 4 ആകുമ്പോൾ നിങ്ങൾക്ക് 4 സ്റ്റേറ്റ്സ് വരും. So that is how you draw it. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇറ്റ് യൂസ് ടു കം ഫോർ യുവർ യൂണിവേഴ്സിറ്റി എക്സാംസ് ആൻഡ് ഓൾ ദ കോമ്പറ്റേറ്റീവ് എക്സാംസ്. ഓക്കെ, മോഡ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ഹാവ് 3 സ്റ്റേറ്റ്സ്. മോഡ് 4 യു വിൽ ഹാവ് 4 സ്റ്റേറ്റ്സ്. ഓക്കെ, അപ്പോൾ എന്താണോ അത്രയും നമ്പർ ഓഫ് സ്റ്റേറ്റ്സും ഈ പർട്ടിക്കുലർ DFA ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് ഹൗ യു കൺസ്ട്രക്ട് എ minimal DFA where your question is based upon the modulo operation. Okay, I hope this is clear to you. In the next class we'll do a few more problems so that the concept would be much more clear. Thank you.